ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇൻസ്പയറിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്കൂൾ കാലത്ത് വ്യത്യസ്ത സബ്ജക്റ്റുകളിലായി ഒരുപാട് അറിവുകളാണ് നമ്മൾ പഠിച്ചെടുത്തത്. മാത്സിലാവട്ടെ ഒരുപാട് ഇക്വേഷൻസ്, സമവാക്യങ്ങളും, സയൻസിലാവട്ടെ ഒരുപാട് നിയമങ്ങളും പ്രിൻസിപ്പിൾസും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, എപ്പോഴെങ്കിലും ഈ ഒരു അറിവുകൾ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്? പല അറിവുകളും നമുക്ക് യാതൊരു പ്രയോജനമില്ലാതെ പോയിട്ടുണ്ട്, ഒരിക്കലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരാതെ പോയിട്ടുണ്ട്. a+b² = a²+2ab+b². ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നാണ് നമ്മൾ ഓരോ സമവാക്യങ്ങളും പഠിച്ചെടുത്തത്. എന്നിട്ടും ഒരു തവണ പോലും നമുക്കതൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ജീവിതത്തിൽ നമുക്കൊരിക്കൽ പോലും ഇതൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ അറിവുകളെല്ലാം ഉപകാരമില്ലാത്ത അറിവുകളായിട്ടാണോ? അല്ല, മറിച്ച് നമ്മൾ ആ അറിവ് പഠിച്ച സമയത്ത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, ഏതൊരു ടോപ്പിക്ക് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണെങ്കിലും അതിൻ്റെ ഉപയോഗം എവിടെയാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനും കൂടി നമ്മൾ അവരെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ ആ മക്കൾക്ക് ആ അറിവ് ഒരു വാല്യബിളായിട്ട് തോന്നുകയുള്ളൂ, വാല്യബിൾ ഇൻഫർമേഷനായിട്ട് തോന്നുകയുള്ളൂ. നമുക്ക് ഉപയോഗമുള്ള അറിവാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് അവിടെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മോൻ പഠിച്ചെടുത്ത 2-3 ടോപ്പിക്കുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് എങ്ങനെ അവനെ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു എന്നുള്ളത് നോക്കാം. അപ്പോൾ അവൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മാത്സിൽ ഫ്രാക്ഷൻ ആയിരുന്നു. അപ്പോൾ അവന് ഫ്രാക്ഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടൂൾസ് ആയിരുന്നത്. ഇത്തരത്തിലാണ് ഞാൻ അവന് ഫ്രാക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫ്രാക്ഷൻ പഠിച്ച സമയത്ത് നമുക്കറിയാം, നമ്മളൊക്കെ ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും അത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ മക്കൾ അവരുടെ പ്രായത്തിനനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് ആ ഒരു അറിവിനെ അവർക്ക് പ്രയോജനപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്കത് അപ്ലൈ ചെയ്യാം എന്നുള്ളത് കൂടി നമ്മൾ അവരെ ഒന്ന് പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി മാത്രം നമ്മൾ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യിപ്പിക്കേണ്ടതില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന ഓരോ സമയത്ത് നമുക്ക് ഫ്രാക്ഷൻ ഉപയോഗിക്കേണ്ടി വരുന്ന ഓരോ സമയമാകുമ്പോൾ നമ്മുടെ മക്കളെ വിളിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ ചെയ്തത്, അവൻ്റെ ലഞ്ചിൻ്റെ ടൈമിൽ അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഓംലെറ്റിനെ അതിനെ അവർക്ക് 2 പേരാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, ഹാഫായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 3 പേർക്കാണെങ്കിൽ നമ്മളെങ്ങനെ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു സിറ്റുവേഷനാണ് അവന് പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ സിറ്റുവേഷനിൽ ഫ്രാക്ഷൻ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഞാൻ ആ ഒരു കണ്ടൻറ് അവരിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിങ്ങനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു കോണ്ടെക്സ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഈ ഫ്രാക്ഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മളെ മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കൂടുതലായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വീട്ടിലിങ്ങനെ നമ്മൾ പല അപ്പങ്ങളോ അല്ലെങ്കിൽ കേക്ക്സൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരൊന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക, ഇത് ഇത്ര പേർക്കാണെങ്കിൽ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്കതൊന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവനുണ്ടായിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു എന്നുള്ള ഒരു മാത്സിലെ ടോപ്പിക് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അവനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങളൊന്ന് ഫസ്റ്റ് കാണുക. ഇത്തരത്തിലാണ് ഞാൻ അവനെ ഈ ഒരു കൺസെപ്റ്റ് പഠിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിന്നെയും പറയുന്നു, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ മക്കളെ നമ്മൾ എപ്പോഴും, ചെറിയ മക്കളാണ്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലെസൺസ് തന്നെ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ എന്നീ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈക്വൽ ടു എന്നുള്ള ഈ സംഗതി അവനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ നോട്ട്സുകൾ അല്ലെങ്കിൽ നോട്ട്സുകളാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും പൈസയെക്കുറിച്ച് എല്ലാ കുട്ടികൾക്കും നല്ല ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവന് ഈ ഒരു കൺസെപ്റ്റ്
പഠിപ്പിച്ചിട്ടുള്ളത്. 500 രൂപ എന്ന് പറയുന്നത് 200 രൂപയേക്കാൾ വലുതാണ്, അല്ലെങ്കിൽ 100 രൂപ എന്ന് പറയുന്നത് 500 രൂപയേക്കാൾ ചെറുതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവനിലേക്ക് ആ ഒരു കൺസെപ്റ്റ് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. പിന്നെ വന്നിട്ടുള്ളത് അഡീഷൻ ആയിരുന്നു. അഡീഷൻ എങ്ങനെ പഠിപ്പിച്ചത് എന്നുള്ളതൊക്കെ മുന്നേയുള്ള വീഡിയോസിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അതൊക്കെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അതിലൊക്കെ കയറിയിട്ട് ലിങ്കൊക്കെ ഒന്ന് കാണുക. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിച്ചത് ക്യാഷ് തന്നെയായിരുന്നു. നോട്ട്സും കോയിൻസും ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവനെ അഡീഷനും പഠിപ്പിച്ചത്. കാരണം അവർക്ക് മനസ്സിൽ വരണം, കാരണം ഈ ഒരു അറിവ് ഇവിടെ ഉപയോഗിക്കാം എന്നുള്ളത്. 2 രൂപ കൂടുമ്പോൾ 2 രൂപയാവുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഇതിലൂടെയാണ്, ആക്ടിവിറ്റിയിലൂടെയാണ് ഞാൻ അവന് അഡീഷൻ എന്നുള്ളത് നമുക്ക് എവിടെ ഉപയോഗിക്കാം എന്നുള്ളത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിച്ച് പഠിപ്പിക്കുമ്പോഴാണ് ആ ഓരോ അറിവും പരിപൂർണമാവുന്നത്, കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നതും അപ്പോൾ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.